മകരവിളക്ക് ദർശനത്തിനായി ഇടുക്കി ജില്ലയിലെ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 1200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. KSRTC പ്രത്യേക സർവീസുകളും നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വണ്ടിപ്പെരിയാറിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, ഇത്തവണ 2 ലക്ഷത്തോളം ഭക്തർ എത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? രുചിഷ, ഇടുക്കി ജില്ലയിലെ 3 പ്രധാന ഇടങ്ങളാണ് മകരവിളക്ക് ദർശനത്തിനായി ഒരുക്കുന്നത്. പരുന്തുംപാറ, പാഞ്ചാലിമേട്, ഒപ്പം പുല്ലുമേട്. ഈ 3 ഇടങ്ങളിലാണ് അയ്യപ്പ ഭക്തർ എത്തുന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ പലയിടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് വണ്ടിപ്പെരിയാറാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നാണ് ഈ പുല്ലുമേട്ടേക്കും ഒക്കെ പോകുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് കാണാം. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തർ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മകരജ്യോതി അല്ലെങ്കിൽ മകരവിളക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സുരക്ഷാ സംവിധാനം വെച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 1200ഓളം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ ലഭിക്കുന്ന വിവരം. 8 DYSPമാരുടെ നേതൃത്വത്തിൽ 19 CIമാരുടെ നേതൃത്വത്തിലാണ് ഈ പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ ദർശനം സാധ്യമാകുന്ന സ്ഥലങ്ങളിലെല്ലാം ബാരിക്കേഡുകൾ, കൃത്യമായി ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അയ്യപ്പ ഭക്തർക്ക് സഞ്ചരിക്കുന്നതിന് രാവിലെ 6 മണി മുതൽ തന്നെ കോഴിക്കാനം റൂട്ടിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് 40ഓളം സർവീസുകളാണ് ഇന്ന് KSRTC അധികമായി ഈ സ്ഥലത്ത് നടത്തുന്നത്. ഈ അയ്യപ്പ ഭക്തർക്ക് ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് KSRTCയുടെ അത്തരം നീക്കങ്ങളുള്ളത്. സുരക്ഷയാണ് ഏറ്റവും പ്രധാനമായും ഉള്ളത്. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകമായി ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം അയ്യപ്പ ഭക്തർക്ക് ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷം ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതിനോട് അയ്യപ്പ ഭക്തർ സഹകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇടുക്കി ജില്ലാ ഭരണകൂടം വയ്ക്കുന്നുണ്ട്. കാര്യം ഈ രാത്രിയാകുമ്പോഴേക്കും ആ പ്രദേശത്തു കൂടിയുള്ള യാത്ര അത് ഒഴിവാക്കേണ്ടതുണ്ട്. കാനനപാത കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുല്ലുമേട് നിന്ന് ആ യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർ മകരവിളക്ക് കണ്ട ശേഷം അവിടെ നിന്ന് തിരികെ നാളെ മാത്രമേ ശബരിമലയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങളൊക്കെയും കൃത്യമായി ജില്ലാ ഭരണകൂടം അയ്യപ്പ ഭക്തർക്ക് നൽകിയിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്താണ് അത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെയും ഒരുക്കുകയാണ് ജില്ലാ ഭരണകൂടം. വിവിധ ഇടങ്ങളിൽ പുല്ലുമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും മറ്റു ഇടങ്ങളിലേക്കുമുള്ള യാത്രാമധ്യയൊക്കെയും കുടിവെള്ളം ഉൾപ്പെടെ ടാങ്കുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാഴ്ച ദൃശ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെയും കൃത്യമായി ബാരിക്കേഡുകൾ, ശക്തമായ ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നു. 1200ഓളം പോലീസിനെ ഈ പ്രദേശങ്ങളിൽ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷകൾ ഒരുക്കിയാണ് ഇപ്പോൾ മകരവിളക്ക് ദർശനത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ പോലീസും ജില്ലാ ഭരണകൂടം നടത്തിവരുന്നത്. നിരവധി സ്ഥലത്തു നിന്നുള്ള അയ്യപ്പ ഭക്തർ ഇങ്ങോട്ടേക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കാഴ്ചയിൽ കാണുന്നതൊക്കെയും ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളാണ്. പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയും അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെയും ഈ ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം 2 മണിയോടുകൂടിയാണ് അയ്യപ്പ ദർശനത്തിനായി അല്ലെങ്കിൽ ഈ മകരവിളക്കിന് ദർശനത്തിനായി അയ്യപ്പ ഭക്തരെ ആ പ്രദേശങ്ങളിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള തിക്കുതിരക്കുകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള മുഴുവൻ നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായി ക്യൂ പാലിച്ചുകൊണ്ടുള്ള ദർശനം ഈ പലയിടങ്ങളിലും സാധ്യമാക്കും എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു അറിയിപ്പ്. നമുക്ക് അറിയാവുന്നതുപോലെ മുമ്പ് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ എല്ലാ മുൻകരുതലുകളും പോലീസും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിരവധി അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാറിലും കുമളിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുമായി ഉള്ളത്. ഇവരൊക്കെയും ഈ 3 ഇടങ്ങളിലേക്കും, പുല്ലുമേട്ടേക്കും പാഞ്ചാലിമേട്ടേക്കും അതോടൊപ്പം തന്നെ പരുന്തുംപാറയിലേക്കും 3 ഇടങ്ങളിലേക്കും ഉച്ചയ്ക്ക് ശേഷം തന്നെ പോയി തുടങ്ങും. വൈകിട്ടോടെ മകരജ്യോതി ദർശനത്തിന് ശേഷം അവിടെ നിന്ന് അയ്യപ്പ ഭക്തർ മടങ്ങണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ശബരിമലയിലേക്ക് പോകാൻ നോക്കരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നു. രുചിഷ്.